ആർ ശങ്കർ പ്രതിമാനാച്ഛാദനവും പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള വരവും ഒക്കെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. സമ്പത്ത് എം പി, രാമൻ പിള്ള, BRM ഷഫീർ, JR പത്മകുമാർ, KVS ഹരിദാസ്, വർക്കല രാജ്, ഗോകുലം ഗോപാലൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം JR പത്മകുമാറിലേക്ക് തന്നെ. JR പത്മകുമാർ, താങ്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നാളെ നടക്കുന്ന ആർ ശങ്കർ അനാച്ഛാദനം ഒരു അവഗണിക്കലായി തോന്നി, അതൊരു ആക്ഷേപമായി തോന്നി. മുഖ്യമന്ത്രി എന്ന വ്യക്തിക്കെതിരെ മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്കെതിരെ മാത്രമല്ല, അത് കേരളത്തിനെതിരെയുള്ള അവഹേളനമായി പൊതുവെ ഉയരുന്നു. എങ്ങനെ കാണുന്നു? ഇല്ല, അവഹേളനം എന്ന് നമ്മളെങ്ങനെ പറയാൻ കഴിയുക? ഒരു ചടങ്ങിൽ അതിൻ്റെ സംഘാടകർ വിളിച്ചു, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് അതിൻ്റെ സംഘാടകർ പറയുന്നത് എങ്ങനെ അവഹേളനമാകും? അപ്പോൾ ഇതിൽ പങ്കെടുത്തേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമുണ്ട്. മാത്രവുമല്ല, ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. ഇത് ഈ പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം വിട്ടുനിന്ന് വലിയൊരു രാഷ്ട്രീയ ഒരു ചർച്ചയുണ്ടാക്കാൻ, വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFും LDFും കൂടി ആലോചിച്ചിരുന്നൊരു കാര്യം വെള്ളാപ്പള്ളി നരേശൻ നേരത്തെ മനസ്സിലാക്കി മുൻകൂട്ടി ഒരു മുഴ മുന്നേ എറിഞ്ഞ് വരണ്ട എന്ന് നേരത്തെ പറഞ്ഞ് അത് പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ഇത് അല്ലല്ലോ ശ്രീ പത്മകുമാർ അല്ലല്ലോ. ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ഉണ്ടായല്ലോ. പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ രാജ്നാഥ് സിംഗ് ഒക്കെ പറഞ്ഞത് തങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന്. അതായത് BJPക്ക് ഇതൊരു മോശം പ്രവൃത്തിയാണെന്ന് ഉത്ബോധമുണ്ട്. മറിച്ച് അത് തലയിൽ വെക്കാൻ, SNDPയുടെ തലയിൽ വെക്കാനുള്ള ശ്രമമല്ലേ ഇന്ന് പാർലമെന്റിൽ നടന്നത്? താങ്കൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ടല്ലോ. അതല്ലല്ലോ പാർലമെന്റ് നടന്നത്. എന്താ, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു വിഷമവും ഇല്ല. ഞങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളാണ് ചെയ്തതെന്ന് പറയാനുള്ള ഒരു ആണത്വവും തൻ്റെ ഇടമൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. രാജ്നാഥ് സിംഗ് എന്താ പറഞ്ഞത്? PMO ഓഫീസിൽ ഇടപെടേണ്ട കാര്യമില്ല. ഒരു സ്വകാര്യ സംഘടന നടത്തുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയൊക്കെയാണ് അതിൻ്റെ പരമാധികാരി. നടത്തണോ വേണോ, ആരെ വിളിക്കണം, ആരെ അധ്യക്ഷ അലങ്കരിപ്പിക്കണം, അല്ലെങ്കിൽ ആരെ കൊണ്ട് സ്വാഗതം പറയിപ്പിക്കണം, ആരെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള നിശ്ചയം അവകാശം ആ സംഘടനയ്ക്കാണ്. എന്തിനാ മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് പോയിരിക്കണം, പ്രോട്ടോകോൾ അനുസരിച്ച് ഞാനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് ചോദിക്കട്ടെ, അത്രമാത്രം പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കണമെങ്കിൽ പ്രധാനമന്ത്രി വന്നതിന് ശേഷം 1.5 വർഷക്കാലമായല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട്, കേരളത്തിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടി നിശ്ചയിച്ചിട്ട് ആ പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് മാന്യമായി മുഖ്യമന്ത്രിക്ക് അതിൽ അധ്യക്ഷ അലങ്കരിക്കുകയോ മറ്റേത് പദം അലങ്കരിക്കുകയോ ചെയ്യാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ ആരെങ്കിലും നടത്തുന്ന ഒരു പരിപാടിയിൽ ചെന്നിരുന്നുകൊണ്ട് എനിക്ക് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്ന് പറയുന്നത് പിലവിക്കുന്നത് നാണക്കേടാണ്, കേരളത്തിന് തന്നെ അപമാനമാണ്. ശരി, ആ നാണക്കേടിലേക്ക് എത്താം, അത് കോൺഗ്രസ് മറുപടി പറയും. പക്ഷേ ഇവിടെ BJPയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന, ഇന്നലെ മുതൽ ഈ വിവാദം കത്തുന്ന സമയം മുതൽ ഉണ്ടാകുന്ന ഓരോരോ ഘട്ടത്തിലും ഉയരുന്ന കാര്യം, BJPക്ക് വ്യക്തമായൊരു നിലപാടില്ല. ഉമ്മൻചാണ്ടിയെ പുറത്താക്കി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറഞ്ഞ് അത് മോശമാണോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്നൊരു നിലപാട് BJP കൃത്യമായി പറയുന്നില്ല. BJP ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ഒരു അഴകുഴമ്പൻ നിലപാട് BJPയുടെ ഭാഗത്തുണ്ട് എന്ന് ആരെങ്കിലും നിരീക്ഷിച്ചാൽ തെറ്റ് പറയാനാകുമോ? ശ്രീ പത്മകുമാർ, താങ്കളുടെ തന്നെ 2 പ്രാവശ്യത്തെ ചോദ്യത്തിന് ഉത്തരവും 2 രീതിയിലാണ്. ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതാണ്, അത് ഞങ്ങളുടെ നിലപാടാണെന്ന് പറയൂ, അല്ലെങ്കിൽ അത് സംഘാടകരുടെ തലയിൽ വെക്കൂ. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു എതിരുമില്ല. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതിൽ പങ്കെടുപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സംഘാടകരാണ്. എന്ന് രാജ്നാഥ് സിംഗ് വളരെ വ്യക്തമായി പറഞ്ഞു. SNDP എന്ന് പറഞ്ഞ ഒരു സംഘടന ആണ് അത് സംഘടിപ്പിക്കുന്നത്. അവരുടെ സ്വകാര്യ പരിപാടി, ആ സംഘടനയുടെ സ്വകാര്യ പരിപാടിയാണ്. പ്രധാനമന്ത്രിയെ ഞാൻ ഔദ്യോഗികമായി ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ കത്തെന്ന് പുറത്തു വന്നു. ക്ഷണിച്ചതാരാ? ആ ക്ഷണത്തിലല്ല വന്നേക്കെന്ന് പറയുന്നു. ശ്രീ BRM ഷഫീർ, ആ ക്ഷണത്തിലല്ല അവർ വന്നത്. മുഖ്യമന്ത്രിയെ അങ്ങനെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയമായ പരാജയമാണ്. ശങ്കറിനെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ മറ്റൊരു വിഷയത്തിൽ അതിന് കോൺഗ്രസ് മറുപടി പറയണം, KPCC മറുപടി പറയണം. പ്രോട്ടോകോളിന്റെ ലംഘനമില്ലെന്ന് ഇവിടെ പത്മകുമാർ പറഞ്ഞല്ലോ. എന്താണ് പ്രോട്ടോകോൾ? ബഹുമാനപ്പെട്ട സമ്പത്ത് ബഹുമാനായ MP ഇവിടെ ഇരിപ്പുണ്ട്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് ആദ്യമായി പോകുന്നത് ഒരു സ്വകാര്യ ചടങ്ങാണെങ്കിലും അത് ഔദ്യോഗിക ചടങ്ങ് പോലെയാണ് എന്ന് പ്രോട്ടോകോൾ പറയുന്നു.
അങ്ങനെ വരുമ്പോൾ ആ സ്വകാര്യ ചടങ്ങിനെ ഔദ്യോഗിക പരിവേഷത്തോടു കൂടി കാണണമെന്നും മുഖ്യമന്ത്രിയോ ഗവർണറോ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നും ആ പരിപാടിയുടെ അധ്യക്ഷനാകേണ്ടത് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കണമെന്ന് പ്രോട്ടോകോൾ പറയുമ്പോൾ ആ പ്രോട്ടോകോൾ ഇന്ത്യയുടെ പ്രോട്ടോകോൾ ശരി നിയമം പഠിച്ച ആളാണ് ശ്രീ ഷഫീറും. തീർച്ചയായും സമ്പത്ത് എം പി. ശ്രീ സമ്പത്ത്, അതായത് ഇതിനകത്തേക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന ചില രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും കണക്കിൽ. പക്ഷേ അവിടെ ബോധപൂർവമാണോ അല്ലെങ്കിൽ അല്ലാതെയാണോ സംഭവിക്കുന്ന ചില അവഹേളനങ്ങളുണ്ടായി അത് കേരള ജനതയ്ക്ക് ഒന്നാകെയുള്ള പ്രശ്നമായി ഒരുങ്ങുന്നു. ഒരുപക്ഷെ ഇടതുപക്ഷം തങ്ങളുടെ കക്ഷി രാഷ്ട്രീയ വൈര്യമൊക്കെ മറന്ന് വളരെ നിഷ്പക്ഷമായും വളരെ വലിയമായൊരു നിലപാടെടുത്തു. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ക്ഷണിക്കാത്ത അപക്വമായ നിലപാടുകളെ ശക്തമായ രാഷ്ട്രീയ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും പുറത്തെത്തുന്നത് എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയങ്ങൾ, ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകളൊക്കെയും? ശ്രീ സമ്പത്ത്. ഒന്ന്, ഈ BJP-യുടേതായിട്ടുള്ള ഒരു പ്രത്യേക സ്വഭാവം, ആ പ്രത്യേക സ്വഭാവം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയോ അല്ലെങ്കിൽ നാട്ടിലുള്ള നിയമങ്ങളോ കീഴ്വഴക്കങ്ങളോ വ്യവസ്ഥകളോ ഇതിനെ ഒന്നും തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, ഇതെല്ലാം പരിപാലിക്കുന്നവരാണ് എന്ന് ആണയിട്ട് പറയും. പക്ഷേ ഈ പറയുന്ന പല്ലവിയും അവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകാറില്ല.